ശ്രീമതി ബീന പഞ്ചായത്ത് അംഗം തുടരുന്നുണ്ട്. ബീന, ഇപ്പോൾ കേട്ടല്ലോ ഈ രീതിയിൽ മൂഴിക്കുളത്ത് ഇവർ എത്തിയിട്ടുണ്ട്. ഈ കുറുമാശ്ശേരിയിലേക്കുള്ള യാത്രാമധ്യയാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ കുടുംബ പ്രശ്നമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, വീട്ടിൽ ഇപ്പൊ നല്ല സന്തോഷമായിട്ടാ പോണത്. ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്നലെയും കൂടെ ഈ കഴിഞ്ഞ ദിവസം അംഗൻവാടിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവളായിട്ട് സംസാരിച്ച് നല്ല സന്തോഷമായിട്ട് പോണത്. അപ്പൊ അവരുടെ അച്ഛൻ ഇങ്ങനെ സുഖമില്ലാണ്ട് കുട്ടിയുടെ അച്ഛൻ, അതായത് ഈ സുഭാഷിന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ ഒരു സർജറി എറിഞ്ഞ് കോലഞ്ചേരി മെഡിക്കലിൽ ഒരു വെന്റിലേറ്ററിൽ സർജറി കഴിഞ്ഞ് കിടക്കുവാണ്. അപ്പൊ ഈ കൊച്ചിന്റെ അച്ഛന്റെ അമ്മ ഹോസ്പിറ്റലിലാണ്. അല്ലെങ്കിൽ ഇപ്പൊ 3:30 അംഗൻവാടി വിട്ട് അവൾ വന്നു കഴിയുമ്പോൾ വന്നോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് അറിയാൻ പറ്റിയില്ല. അപ്പൊ കുട്ടിയുടെ കൊച്ചിച്ചൻ കമ്പനിയിൽ പണി കഴിഞ്ഞ് 6 മണിയായപ്പോൾ വന്നപ്പോഴാണ് എന്നോട് വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇങ്ങനെ അവളും കൊച്ചും ചേച്ചിയും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവക്കടെ വീട്ടിട്ട് വിളിച്ചു ചോദിച്ചപ്പോ അന്നേരം കുറുമശ്ശേരി ചെന്നിട്ടുണ്ടായില്ല. അതിന് വീണ്ടും ഒരു 7 മണിയായപ്പോൾ വിളിച്ചു, 7 മണി കഴിഞ്ഞ് ഒരു 7:30 ആയപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്മോട് ചോദിച്ചു, അവരോട് ചോദിച്ചു എവിടെയാന്ന് ചോദിച്ചപ്പോ കൊച്ചെവിടെയാന്ന് ചോദിച്ചപ്പോ കൊച്ചെവിടെയാന്ന് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിച്ച് ഫോൺ കൊടുപ്പിച്ചു കഴിഞ്ഞപ്പോ ഫോണിലൂടെ എന്നോട് ചേച്ചി ആലുവയിൽ വരെയും കൊച്ചെന്റെ അടുത്തുണ്ടായിരുന്നു, ആലുവ കഴിഞ്ഞപ്പോ എങ്ങോടെ പോയെന്ന് എനിക്കറിയില്ല, കൊച്ചിനെ കണ്ടില്ല എന്ന് എന്നോട് പറഞ്ഞത്. താങ്കളോട് തന്നെ പറഞ്ഞു ടെലിഫോൺ ലൈനിൽ അല്ലേ? നേരിട്ട് ഞാൻ 2 പ്രാവശ്യം വിളിച്ചു. ആദ്യം വിളിച്ചു, അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ വ്യത്യസ്തമായിട്ട് പറയുമെന്ന് അറിയാൻ വേണ്ടി വീണ്ടും വിളിച്ചപ്പോ പറഞ്ഞു എനിക്കറിയില്ല, കൊച്ചിനെ ആലുവയിൽ വെച്ച് കാണാനില്ല എന്ന് പറഞ്ഞു. അവരിന്ന് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നു? അങ്ങനെ സാധാരണ അവരല്ലല്ലോ പോവുക അംഗൻവാടിയിലേക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ്. അപ്പൊ അവരാരെങ്കിലും ഇപ്പൊ അച്ഛന്റെ അനിയന്മാര് അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിലൊക്കെയാണ്, അച്ഛന്റെ അമ്മ ഹോസ്പിറ്റലിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഇതായത് കൊണ്ടാണ്. അല്ലെങ്കിൽ 3:30 അല്ലെങ്കിൽ 3:45 നമ്മൾ വീട്ടിൽ ചെന്നില്ലെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു. അവിടെ ആരും ഇല്ലാത്തതിന്റെ അവസ്ഥ വന്നത് കൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അത് ശരി. ഇതിപ്പോൾ മൂഴിക്കുളത്ത് എത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ CCTV അടക്കം ചെന്നിട്ടുണ്ട്, പുഴയുടെ അടുത്ത് വരെ ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ പുഴയിലേക്ക് എറിഞ്ഞു എന്നൊക്കെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ അവരൊരു മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ അവർ ഉറച്ചു നിൽക്കുകയുമാണ്. അങ്ങനെ കുട്ടി ആ രീതിയിലൊക്കെ ചെയ്യേണ്ട എന്തെങ്കിലും സാഹചര്യമുണ്ടോ ആ കുടുംബത്തിൽ? എന്താണത്? താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? അവരുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടി, ആദ്യമായിട്ടുണ്ടായ പെൺകുട്ടി, അവർ ഭയങ്കര സന്തോഷത്തിൽ കൊണ്ടുനടക്കണ കൊച്ചിക്ക് അത് അങ്ങനെ കൊഞ്ചിച്ചാണ് എല്ലാവരും കൊണ്ടുനടക്കണം. അങ്ങനെ ആ കൊച്ചിനെ അതുപോലെ കൊണ്ടുനടക്കണാണ് ഒരു വീട്ടുകാരെല്ലാവരും. അവിടെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അവർ തന്നെ, അമ്മ തന്നെ പറയുന്നു കുഞ്ഞിനെ ഈ പുഴയിലേക്ക് എറിഞ്ഞു ഈ പാലത്തിൽ നിന്ന്. അപ്പോൾ അത് വിശ്വസിക്കാൻ നമുക്കും പറ്റുന്നില്ല. അത് ശരിയാവല്ലേ എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ താങ്കളും പറയുന്നു അങ്ങനെ ഇപ്പം നിലവിൽ പ്രശ്നങ്ങളൊന്നും അവർക്കിടയിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇവരിന്നിപ്പോൾ ഈ മൂഴിക്കുളത്തേക്ക് പോകാൻ അങ്ങനെ എന്തെങ്കിലും വീട്ടുകാരോട് പറഞ്ഞതായൊക്കെയുള്ള വിവരങ്ങളുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഇവള് പിള്ളേരെ വിളിച്ച് വീട്ടിൽ പോവാറുണ്ടായിരുന്നു. അപ്പൊ വൈകുന്നേരം ആകുമ്പോ തിരിച്ചു വരാറുണ്ടായിരുന്നു. ഇത് ഒറ്റ മോളാണോ ഈ സ്ത്രീയുടെ? 2 പെൺമക്കളാ. അടുത്ത മൂത്ത കുട്ടിയാണോ? മൂത്ത ചേച്ചി അല്ല, ഇവർക്ക് 2 പിള്ളേര്. ഒരു മൂത്ത ആൺകൊച്ച്, അത് ശരി. ഇളയത് പെൺകൊച്ച്. ഇത് ശരി, നന്ദി ശ്രീ ബീന ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു. തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും ഒപ്പം ഈ കുടുംബത്തെ നേരിട്ട് അറിയാവുന്ന ആളുമാണ് ബീന. ബീനയോട് ഈ സ്ത്രീ തന്നെ ടെലിഫോൺ ലൈനിൽ സംസാരിച്ചിരുന്നു. ആലുവ വരെ എൻ്റെ കൂടെ കൊച്ചുണ്ടായിരുന്നതിന് ശേഷം ഇല്ല എന്നൊരു മൊഴിയാണ് കൊടുത്തത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളടക്കം കിട്ടുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അവിടെ മൂഴിക്കുളത്ത് പുഴയിലുള്ള തിരച്ചിലിനായി പോലീസ് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതാണ്. ഒപ്പം അല്പസമയം മുൻപ് നമുക്ക് മറ്റൊരു ദൃശ്യം കൂടി കിട്ടിയത് CCTV ദൃശ്യങ്ങളാണ്. അവിടെ മൂഴിക്കുളം ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ. അപ്പോൾ കുട്ടിയും അമ്മയും ഉണ്ട്, 2 പേരുമുണ്ട്. അവിടെ നിന്ന് പിന്നീട് നാട്ടുകാരൊക്കെ പറയുന്നു ഈ മൂഴിക്കുളം പാലത്തിനടുത്തേക്ക് നടന്നു വരാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ, അങ്ങനെ വന്നിട്ടുണ്ടാകാം എന്ന് പറയുന്നു. അങ്ങനെ ഈ സ്ത്രീ നൽകുന്ന മൊഴി അത് സത്യമെങ്കിൽ നമ്മൾ നേരത്തെ ഞെട്ടിയ, നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത അതിലേക്കാണ് ഇപ്പോൾ പോലീസും പറയുന്നത്. അങ്ങനെ ഉണ്ടാവും എന്ന് തോന്നുന്നു, സംശയമാണ്. ആ രീതിയിൽ പരിശോധന നടത്തട്ടെ എന്ന് പോലീസ് പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണും.